ലോകത്തിന്റെ സംസ്കാരങ്ങളെ ശാസ്ത്രീയം മനസ്സിലാക്കാനുള്ള താല്പര്യം വർദ്ധിച്ചതും യൂറോപ്യൻ മറ്റു സമൂഹങ്ങളുമായിട്ട് ഇടപഴകി തുടങ്ങിയതുമാണ് ഈ ശാഖയുടെ വളർച്ചയ്ക്ക് കാരണം. നരവംശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമായിട്ട് വിവിധ കാലങ്ങളിൽ നിരവധിയായ സിദ്ധാന്തങ്ങളും രീതിശാസ്ത്രങ്ങളും സമീപനങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ടൈലർ, മോർഗൻ എന്നിവർ സാംസ്കാരിക പരിണാമ ആശയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഫ്രാൻസ് ബോവസ് ഹിസ്റ്റോറിക്കൽ പർട്ടിക്കുലറിസം, ഫീൽഡ് വർക്ക് രീതികളും ശാസ്ത്രത്തിന് പുതിയ ദിശ നൽകിയുണ്ടായി. തുടർന്ന് മലിനോസ്കിയുടെയും റാഡിക്കൽ ബ്രൗണിന്റെയും പ്രവർത്തനപരവും ഘടനാപരവുമായ സമീപനങ്ങൾ ഈ ശാഖയെ ശക്തിപ്പെടുത്തി. മലിനോസ്കി സംസ്കാരം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം നിറവേറ്റുന്ന സംവിധാനം എന്ന നിലയിലും റാഡിക്കൽ ബ്രൗൺ സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ ക്രമവും നിലനിൽപ്പും എങ്ങനെ ഉറപ്പാക്കുന്നു എന്നുമാണ് പറഞ്ഞു വെച്ചത്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഘടനാവാദം, പ്രതീകാത്മകവാദം, മാർക്സിസ്റ്റ് സമീപനം എന്നിവ ഉയർന്നു വന്നത്. ഇതിൽ ആധുനിക സാമൂഹിക നരവംശാസ്ത്രത്തിൽ ഘടനാപരമായ നരവംശാസ്ത്രത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ഫ്രഞ്ച് നരവംശാസ്ത്രജ്ഞനായിരുന്ന ക്ലോഡ് ലെവി-സ്ട്രോസ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ 1908 ജനിക്കുന്നത്. ഒരു 101ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2009 അദ്ദേഹം ജനിച്ചത് ബ്രസീൽസിലാണ്, പക്ഷെ വളർന്നത് പാരീസിലാണ്. ലെവി-സ്ട്രോസ് യഥാർത്ഥത്തിൽ നരവംശാസ്ത്രത്തിൽ പരിശീലനം നേടിയിരുന്നില്ലെങ്കിലും ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രവേശനം വളരെ യാദൃച്ഛികമായിരുന്നു. നേരത്തെ മോഹൻ സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിയമവും ഫിലോസഫിയുമാണ് പഠിച്ചത്. 1935 ബ്രസീലിൽ പുതുതായി സ്ഥാപിതമായ സാവോ പോളോ സർവകലാശാലയിൽ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് നിയമനം ലഭിച്ചു. 1935-39 ഈ 4 വർഷത്തെ കാലഘട്ടത്തിൽ ലെവി-സ്ട്രോസ് ബ്രസീലിലെ ആമസോൺ കാടുകളിൽ താമസിക്കുന്ന ഗാക്കരു, ബൊറോറോ, നമ്പിക്വാര, ടൂപ്പിക്കാവാഹി എന്നീ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കിടയിൽ ഫീൽഡ് വർക്ക് നടത്തുകയും നിരവധി പുരാവൃത്തങ്ങളും അവിടെ ശേഖരിക്കുകയും ചെയ്തു. ഈ ബ്രസീലിലെ ഈ പ്രാഥമിക ഫീൽഡ് അനുഭവങ്ങളാണ് പിന്നീട് അന്താരാഷ്ട്ര പ്രാധാന്യം കൽപ്പിച്ച സ്ട്രക്ചറലിസം എന്ന സിദ്ധാന്തത്തിന് അടിത്തറ ഒരുക്കിയത്. ലെവി-സ്ട്രോസിന്റെ തത്വചിന്താപരമായ ആശയം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: പ്രപഞ്ചത്തിലെ എല്ലാ സാംസ്കാരിക രൂപങ്ങളിലും ഉപരിതലത്തിൽ ഒരു രേഖീയ അനുപാതം ക്രമം ആയി പ്രത്യക്ഷപ്പെട്ടാലും അവയെ സൃഷ്ടിക്കുന്നത് പിന്നിൽ പ്രവർത്തിക്കുന്ന അധോതല ഘടന, പാരഡിഗ്മാറ്റിക് സ്ട്രക്ചർ ആണ്. മനുഷ്യ മസ്തിഷ്കത്തിന് ചലിച്ചുകൊണ്ടിരിക്കുന്ന അനന്ത വസ്തുക്കളെ നേരിട്ട് ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു നിശ്ചിത ടൈം ആൻഡ് സ്പേസ്, സമയം, സ്ഥലം ബിന്ദു നിശ്ചിതപ്പെടുത്തിയ ശേഷം മാത്രമേ ഘടനകളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നിശ്ചലമാക്കിയ ഓരോ ഘടകത്തെയും മനുഷ്യൻ തിരിച്ചറിയുന്നത് ബൈനറി ഓപ്പോസിഷൻ, ദ്വന്ദ്വ വൈദ്യുതങ്ങൾ ഉപയോഗിച്ചാണ്. അതിനാൽ ഒരു സംസ്കാരത്തിലെ ഏതൊരു രൂപമായാലും, അത് വിവാഹമായിക്കോട്ടെ, പുരാണമായിക്കോട്ടെ, ഭക്ഷണ നിയമമായിക്കോട്ടെ, ഉപരിതലത്ത് കാണുന്ന രേഖീയ ക്രമമല്ല, മറിച്ച് അതിനെ സാധ്യമാക്കി തീർത്തതും അടിസ്ഥാനപരവുമായ മറ്റൊരു അധോതല ക്രമം, പാരഡിഗ്മാറ്റിക് സ്ട്രക്ചർ ഉണ്ട്. ഈ ബൈനറിയിൽ അധിഷ്ഠിതമായ ഈ അധോലക ക്രമത്തെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥമായ അറിവ് എന്നാണ് ലെവി-സ്ട്രോസ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, സംസ്കാരം നേരത്തെ പറഞ്ഞ പോലെ ഭാഷയെ പോലെ തന്നെ നിയമിതമായ ഒരു സിസ്റ്റമാണെന്നും നാം ഉപരിതലത്തിൽ കാണുന്ന വൈവിധ്യം, അത് പരോൾ ഏത് തന്നെ ആയാലും അവയെ ക്രമപ്പെടുത്തുന്ന ബൈനറി ഓപ്പോസിഷൻ പോലെ അടിസ്ഥിത ഘടകങ്ങൾ ലാങ് സ്ഥിരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ക്ലോഡ് ലെവി-സ്ട്രോസിന് ഘടനാപരമായ നരവംശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സൈദ്ധാന്തിക അടിത്തറ നൽകിയത് ഫെർഡിനാൻഡ് ഡി സൊസൂറിന്റെ ഘടനാപരമായ ഭാഷാശാസ്ത്രവും ജാക്കബ്സന്റെ ശാസ്ത്രവുമാണ്. മിത്തുകൾ മിത്തിയും എന്ന അടിസ്ഥാന ഘടകങ്ങൾ നിർമ്മിതമാണെന്നും വിവിധ മെത്ത് വേരിയേഷൻസ് യഥാർത്ഥത്തിൽ ഒരേ ഘടനയുടെ വിവിധ രൂപാന്തരങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. അതിനാൽ മനുഷ്യ സംസ്കാരം മനസ്സിലാക്കാൻ അതിന്റെ പുറം രൂപത്തേക്കാൾ അതിനെ നിയന്ത്രിക്കുന്ന ഈ ആഴത്തിലുള്ള ഘടനകളെയാണ് പഠിക്കേണ്ടതെന്നാണ് സ്ട്രക്ചറലിസം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗോത്ര സമൂഹത്തിലായാലും നാഗരിക സമൂഹത്തിലായാലും അവയുടെ യുക്തി പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ് എന്നും ആധുനിക സമൂഹത്തിൽ ശാസ്ത്രം നിർവഹിക്കുന്ന ധർമ്മം എന്തോ
അതുതന്നെയാണ് ആദിവാസി സമൂഹത്തിൽ പുരാവൃത്തം നിർവഹിക്കുന്നത് എന്നതിനാൽ ആദിവാസി സമൂഹവും ആധുനിക സമൂഹവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ലെവിസ്ട്രോസിന്റെ ഘടനാപരത്തിന് ഒരുപാട് വിമർശനമുണ്ടെങ്കിലും നരവംശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ മുൻകാല മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായി ഘടനയെ മുൻനിർത്തി നിൽക്കുന്ന ഒരു മാതൃക നൽകുന്ന ഒരു പ്രധാന സൈദ്ധാന്തിക വഴിത്തിരിവ് ലെവിസ്ട്രോസ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ലെവിസ്ട്രോസിന്റെ വിശകലന രീതി എടുത്ത് ആഖ്യാന കവിതകളുടെ മേൽ പ്രയോഗിക്കുക എന്നതിലപ്പുറമായിട്ട് ആഖ്യാന കവിതയ്ക്ക് ഒരു പുതിയ വിശകലന മാതൃക കണ്ടെത്തുക എന്നൊരു കാഴ്ചപ്പാടിലാണ് ഈ ക്ലോഡ് ലെവിസ്ട്രോസിന്റെ ഒരു ഭാഷ്യം ഇടശ്ശേരി ആഖ്യാന കവിതകളെ മുൻനിർത്തി എന്ന പുസ്തകം പയ്യനാട് മാഷ് രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന് നേരത്തെ ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞതുപോലെ 3 ഭാഗങ്ങളാണ്, പ്രവേശിക കൂടാതെ 3 ഭാഗങ്ങളുണ്ട്. 1-2 ഭാഗങ്ങളിൽ ആഖ്യാന കവിതകളുടെ വിശകലനവും 3-ാമത്തെ ഭാഗത്തിൽ അവയുടെ സങ്കലിത സംക്ഷേപവുമാണ്. പ്രവേശികയിൽ പയ്യനാട് മാഷ് ലെവിസ്ട്രോസിന്റെ ഘടനാവാദത്തെയും വിശകലന രീതിയെയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൽ ലെവിസ്ട്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവിതയും പുരാവൃത്തവും വൈരുദ്ധ്യത്തിലിരിക്കുന്നു, എന്നാൽ ആലങ്കാരികത എന്ന പൊതുസ്വഭാവം ഇവ രണ്ടും പങ്കുവെക്കുന്നുണ്ട്. പുരാവൃത്തത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത് അതിന്റെ കഥയിലും കവിതയുടേത് യാഥാർത്ഥ്യം കിടക്കുന്ന അതിന്റെ അലങ്കൃതിയിലുമാണ്. അതുകൊണ്ട് തന്നെ പുരാവൃത്തത്തെ വിശകലനം ചെയ്യുന്ന പരിമാണങ്ങളൊന്നും കവിതയ്ക്ക് ചേരില്ല എന്ന് ലെവിസ്ട്രോസ് പറഞ്ഞു വെച്ചതിൽ നിന്നാണ് ലെവിസ്ട്രോസ് മുന്നോട്ട് വെച്ച മാതൃക ഉപയോഗിച്ച് തന്നെ ആഖ്യാന കവിതകളെ പയ്യനാട് മാഷ് വിശകലനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 1948 എഴുതിയ പുത്തൻ കലവും അരിവാളും എന്ന ആഖ്യാന കവിത 1-ാം ഭാഗത്തിലും 1953 എഴുതിയ പൂതപ്പാട്ട് എന്ന ആഖ്യാന കവിത 2-ാം ഭാഗത്തിലും ഡിഡക്റ്റീവ് മെത്തേഡ് രീതിയിലാണ് ലെവിസ്ട്രോസിന്റെ മാതൃക ഉപയോഗിച്ച് വിശകലനം ചെയ്തിരിക്കുന്നത്. എന്നാൽ 3-ാം ഭാഗത്തിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും സിദ്ധാന്തത്തിന്റെ സങ്കല്പനത്തിന്റെ നേരിട്ടുള്ള പ്രയോഗത്തിന് പോകാതെ സ്വന്തം ദത്തത്തെ ലക്ഷ്യനിർവഹണത്തിന് ഉതകുന്ന രീതിയിൽ പല ഒരു വിശകലനത്തിന് വിധേയമാക്കി പുതിയ അറിവിന്റെ മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ലെവിസ്ട്രോസിന്റെ ഘടനാവാദ വിശകലന രീതിയാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ രീതിയിൽ നിന്നും 2-ാമത്തെ രീതിയിലേക്ക്, ഡിഡക്റ്റീവിൽ നിന്ന് ഇൻഡക്റ്റീവിലേക്ക് പോകുന്നതാണ് ഈ പുസ്തകത്തിന്റെ ഘടന. 1-ാമത്തെ ഭാഗത്തിൽ പുത്തൻ കലവും അരിവാളും എന്ന ആഖ്യാന കവിതയുടെ അധോതല ഘടന കണ്ടെത്തുന്ന 1-ാമത്തെ ഭാഗം. ലെവിസ്ട്രോസിന്റെ മാതൃകയിൽ അപഗ്രഥിച്ച് കണ്ടെത്തുന്ന അധോതല ഘടനയ്ക്ക് 3 ഏകകങ്ങളാണുള്ളത്. കർഷകൻ, ജന്മി എന്ന ബൈനറിയും അതിന് മധ്യസ്ഥമായ പരിപാലനം എന്ന ഗ്രോസ് കോൺസ്റ്റിറ്റ്യൂന്റും ആണ്. മനുഷ്യ മസ്തിഷ്കം ഏതൊന്നിനെ തിരിച്ചറിയുന്നതും അപരന്റെ സാന്നിധ്യത്തിലാണെന്നും ആ വൈരുദ്ധ്യത്തിന്റെ തിരിച്ചറിവ് സാധ്യമാക്കുന്നത് മറ്റൊരു മധ്യസ്ഥത്തിന്റെ സഹായത്തോടെയാണെന്നും ലെവിസ്ട്രോസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങി 2-ആയി തീരുകയും പിന്നീട് അത് 3-ആയി വികാസം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ 3-ആയി വികാസം പ്രാപിച്ച അവസ്ഥയാണ് അൺറിസോൾവ്ഡ് ഒപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ പയ്യനാട് മാഷ് പറയുന്നത് അപരിഹൃത വൈരുദ്ധ്യം എന്നാണ്. പുത്തൻ കലവും അരിവാളും എന്ന കവിതയിലെ പാരഡിയും ഒരു അൺറിസോൾവ്ഡ് ഒപ്പോസിഷൻ ആണ്. ഇനി നമ്മൾ 2-ാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ പൂതപ്പാട്ട് എന്ന ആഖ്യാന കവിതയുടെ അധോതല ഘടന കണ്ടെത്തുന്ന ഭാഗമാണ് ഭാഗം 2. ഇവിടെയും ലെവിസ്ട്രോസിന്റെ മാതൃകയിലാണ് അപഗ്രഥനം നടത്തുന്നത്. ഇവിടെ അപഗ്രഥിച്ചു കണ്ടെത്തിയ അധോതല ഘടനയ്ക്ക് 2 വൈരുദ്ധ്യങ്ങൾ ഉള്ള 4 ഏകകങ്ങളാണ് ഉള്ളത്. പെറ്റമ്മ, പോറ്റമ്മ എന്നൊരു ബൈനറിയും സത്യം, മിഥ്യ എന്ന മറ്റൊരു ബൈനറിയുമാണ്. ഇവിടെ 2 ബൈനറികൾ ഒപ്പോസിഷന്റെ അവസ്ഥ സമാനങ്ങളാണെന്ന് കാണിക്കുന്ന രൂപത്തിലാണ്. ആയതുകൊണ്ട് ഇതൊരു റിസോൾവ്ഡ് ഒപ്പോസിഷൻ ആണ്. ഈ 2 ഘടനകളെയും ആണ് 3-ാമത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. വ്യത്യസ്തങ്ങളായ സങ്കല്പനങ്ങളുടെ സങ്കലന പ്രക്രിയയിലൂടെ എങ്ങനെയാണ് പ്രതലത്തിൽ വളരെ വ്യത്യസ്തമായ പുത്തൻ കലവും അരിവാളും എന്ന ആഖ്യാന കവിതയും പൂതപ്പാട്ട്
ഇല്ലാത് എന്ന ആഖ്യാന കവിതയും ഒരേ അകം പൊരുളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ ഭാഗം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ആദിമ മനസ്സിൽ നിക്ഷിപ്തമായ ഏതെങ്കിലും ഒരു ദ്വന്ദ്വൈരുദ്ധ്യത്തിന് സംസ്കാരത്തിന്റെ വികാസത്തിനനുസരിച്ച് ഉണ്ടാകുന്ന വികാസമാണ് പുരാവൃത്തത്തിന്റെ കാരണം എന്നാണ് ലെവിസ്ട്രോസ് പറഞ്ഞു വെക്കുന്നത്. ആദിമ മനസ്സിൽ നിന്ന് സമയവും സന്ദർഭവും വരുമ്പോൾ, ഇത് വയനാട് മാഷ് പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, അവിടെ നീലിമമായി കിടക്കുന്ന ദ്വന്ദ്വൈരുദ്ധ്യം കവി മനസ്സിന്റെ അധോതലം കയറുകയും അവിടങ്ങളിൽ സഞ്ചിതമായിരിക്കുന്ന ആശയങ്ങളുമായി, പ്രത്യേകിച്ച് ദ്വന്ദ്വൈരുദ്ധ്യങ്ങളുമായി വർത്തിക്കുകയും ആശയപരമായ വ്യവഹാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് കവി മനസ്സിന്റെ സൃഷ്ടിയായ ആഖ്യാന കവിത ഉണ്ടാവുന്നത്. സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കവി മനസ്സിലും ഏറ്റവും അടിയിലായിട്ട് ആദിമ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു അനാലിസിസിൽ വരുന്ന രണ്ട് തരം കാലഘട്ടങ്ങളാണ്. ഒന്ന് ആദിമ മനസ്സിന്റെ ഒരു കാലഘട്ടവും കവി ജീവിക്കുന്ന വേറൊരു കാലഘട്ടവും. ആദിമ മനസ്സിൽ വിലീനമായി കിടക്കുന്ന ബൈനറി ഒപ്പോസിഷനാണ് പെറ്റമ്മ ആൻഡ് പോറ്റമ്മ. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൂന്നാം ഭാഗത്തില് ഇതെങ്ങനെ വന്നു എന്ന കാര്യങ്ങളൊക്കെ വയനാട് മാഷ് പറഞ്ഞ് അതിലേക്ക് സമയക്കുറവ് കാരണം കടക്കുന്നില്ല. ഈ ബൈനറി ഒപ്പോസിഷൻ പരിപാലനം എന്ന മധ്യസ്ഥത സ്വീകരിക്കുന്നതോടെ അതൊരു അൺറിസോൾവ്ഡ് ഒപ്പോസിഷൻ ആകുന്നു. പെറ്റമ്മ, പരിപാലനം, പോറ്റമ്മ എന്നൊരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഓപ്പോസിഷനായി മാറുകയാണ്. ഈ അൺറിസോൾവ്ഡ് ഒപ്പോസിഷൻ ഒരു റിസോൾവ്ഡ് ഒപ്പോസിഷനായിട്ട് വികസിക്കുന്നതാണ് അടുത്ത ഘട്ടം. അത് വളരെ വ്യക്തമായി ചിത്രസഹിതം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പെറ്റമ്മ പോറ്റമ്മ എന്ന ബൈനറി സത്യം മിഥ്യ എന്നതുമായി സമാനപ്പെടുത്തുകയാണ്. സോ ഇത്രയും സംഭവിക്കുന്നത് ആദിമ മനസ്സിലാണ്. അതായത് സമൂഹ മനസ്സിന്റെ അധോ തലത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത കവി മനസ്സാണ്. നേരത്തെ ശ്രീനാഥ് മാഷ് പറഞ്ഞത് കവിയുടെ മനസ്സിനകത്ത് തന്നെ ഒരു ബോധതലവും അധോതലവും ഉണ്ട്. അപ്പൊ ഇത്രയും ഇനി അടുത്ത പ്രവർത്തനം നടക്കുന്ന കവിയുടെ മനസ്സിന്റെ അധോ തലത്തിലാണ്. അപ്പൊ സമൂഹ മനസ്സിന്റെ അധോതലം, കവിയുടെ അധോതലം, പിന്നെ ഉപരിതലം. ഈ രീതിയിലാണ് ഈ കവിതയെ വിശകലനം ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ കവിയുടെ മനസ്സിന്റെ അധോതലത്തിൽ സമൂഹത്തിൽ എല്ലാവരും പങ്കുവെക്കുന്ന പെറ്റമ്മ പോറ്റമ്മ എന്ന ഒരു ബൈനറി ഒപ്പോസിഷൻ നിലനിൽക്കുന്നുണ്ട്. ആദ്യ മനസ്സിൽ നിന്ന് പെറ്റമ്മ പോറ്റമ്മ എന്ന റിസോൾവ്ഡ് ഒപ്പോസിഷൻ സ്ഥാനാന്തരീകരണം എന്ന പ്രക്രിയയിലൂടെ കവി മനസ്സിന്റെ അധോതലത്തിൽ കയറുകയും കവി മനസ്സിൽ അധോതലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ജന്മാവകാശം, കൈവശ അവകാശം, പരിപാലനം എന്നീ അൺറിസോൾവ്ഡ് ഒപ്പോസിഷനുമായിട്ട് വ്യവഹാരത്തിൽ ഏർപ്പെടുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി പെറ്റമ്മ പോറ്റമ്മ എന്ന ബൈനറി രൂപാന്തരം പ്രാപിച്ച് ജന്മാവകാശം, കൈവശ അവകാശം എന്ന ബൈനറി ആയി മാറുന്നു. ഇതാണ് മാഷ് ഈ വിശകലനത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതോടെ കവി മനസ്സിന്റെ അധോ തലത്തിൽ ഒരേ സമയം, ഒരേ അവസരം, ഒരേ ബൈനറി ഒപ്പോസിഷൻ റിസോൾവ്ഡ് ഒപ്പോസിഷനും അൺറിസോൾവ്ഡ് ഒപ്പോസിഷനും ആയി പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് വയനാട് മാഷ് സഹാകം പൊരുൾ, കൊഹറന്റ് പാരഡിം എന്ന പുതിയ ആശയത്തിലൂടെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. കവിയുടെ മനസ്സിൽ ഇത്തരം ഒരു സഹാകം പൊരുൾ നിലനിന്നിരുന്നു എന്നും ഈ അവസ്ഥയാണ് ഒരേ ദ്വന്ദ്വൈരുദ്ധ്യമായ അൺറിസോൾവ്ഡ് ഒപ്പോസിഷനിൽ നിന്നും പുത്തൻ കലവും അരിവാളും എന്ന ആഖ്യാന കവിതയും റിസോൾവ്ഡ് ഒപ്പോസിഷനിൽ നിന്ന് പൂതപ്പാട്ടും രചിക്കാൻ ഇടയായത് എന്നാണ് മാഷ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഷ് പറയുന്നത് സഹകം പൊരുൾ സാന്നിധ്യമുള്ള കവി മനസ്സിന്റെ സൃഷ്ടികളായ ഏത് ആഖ്യാന കവിതയെയും അവയിലേക്കുള്ള വികാസത്തെയും വിശദീകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ മാതൃകയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഈ മാതൃകയുടെ അടിസ്ഥാനം ലെവിസ്ട്രോസ് പറഞ്ഞു വെച്ച വിശകലന രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നരസമശാസ്ത്രമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രശസ്തനായ കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റായ ഡേവിഡ് ജി മാൻഡിൽബൂം, അദ്ദേഹം 1986 എത്നോളജി എന്ന ജേണലിൽ ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ആ ആർട്ടിക്കിളിന്റെ പേരാണ് മിത്ത് ആൻഡ് മിത്ത് മേക്കർ, സം ആന്ത്രപ്പോളജിക്കൽ അപ്രൈസൽ ഓഫ് ദി മിത്തോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ലെവിസ്ട്രോസ്.
അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലെവിസ്ട്രോസിന്റെ രചനകൾ ആവേശഭരിതരായ ആരാധകരെയും അസ്വസ്ഥരായ വിദഗ്ധരെയും ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രതികരണ ശൃംഖല സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു തീസിസിനെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ പരിശോധിക്കാനോ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ പരിശോധിക്കാനോ അധികം ആരും ശ്രമിച്ചിട്ടില്ല. ഇവിടെ കയ്യനാട് മാഷ് ലെവിസ്ട്രോസിന്റെ ആശയങ്ങൾ പരിശോധിക്കുക മാത്രമല്ല, അവയുടെ വിശകലന രീതിയെ അടിസ്ഥാനമാക്കി ആഖ്യാന കവിതകളെ വിശകലനം ചെയ്യാനുള്ള ഒരു പുതിയ അന്തർവിജ്ഞാന മാതൃക മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലൂടെ അദ്ദേഹം സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ പുതിയ അറിവിന്റെ സാധ്യതകൾ തുറന്നു തന്നിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ലെവിസ്ട്രോസിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കയ്യനാട് മാഷ് നിർമ്മിച്ച ഈ മാതൃകയെ ഉപയോഗിച്ച് പഠനം നടത്താൻ തീർച്ചയായും ഗവേഷകർ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി.